കോടീശ്വരിമാരായിട്ടുള്ള മലയാള സിനിമയിലെ 10 നടിമാർ. നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് മലയാള നടിമാർ ഒരു ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം, മലയാളി നടിമാരുടെ സമ്പത്ത്, മലയാളി നടിമാരുടെ ആഡംബര കാറുകൾ എന്നിവയാണ്. എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ലിസ്റ്റിൽ 10ാമതായി വരുന്നത്, അതായത് അവസാനമായി വരുന്നത് അനശ്വര രാജനാണ്. ഉദാഹരണം സുജാത എന്ന 2017 ഇറങ്ങിയ ചിത്രത്തിലൂടെയാണ് അനശ്വര രാജൻ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. അന്ന് അനശ്വരയുടെ പ്രായം 15 വയസ്സായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അനശ്വര മലയാളത്തിലും തമിഴിലുമായി അഭിനയിച്ചത് 14ഓളം ചിത്രങ്ങളിലാണ്. ഇനി അനശ്വരയുടെ കൈവശമുള്ള കാറുകൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഹ്യുണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ് എന്നീ 2 കാറുകളാണ് ഇന്ന് അനശ്വര രാജന്റെ കൈവശമുള്ളത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 3 കോടി രൂപയാണ് അനശ്വരയുടെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത്. കോടീശ്വരിമാരായ മലയാള നടിമാരുടെ ലിസ്റ്റിൽ 9ാമതായി വരുന്നത് കല്യാണി പ്രിയദർശനാണ്. ഇന്നത്തെ മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് കല്യാണി പ്രിയദർശൻ. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടിയുമാണ് കല്യാണി പ്രിയദർശൻ. ഹലോ എന്ന 2017 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രത്തിലൂടെയാണ് കല്യാണി പ്രിയദർശൻ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഇപ്പോൾ മലയാള സിനിമയിലെ പ്രമുഖ നടിയായ കല്യാണി പ്രിയദർശൻ ഒരു ചിത്രത്തിന് വാങ്ങുന്നത് 70 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ്. BMW 7 സീരീസ്, BMW X7 സ്പോർട്ട്, മിനി കൂപ്പർ, Audi A8 ഇവയൊക്കെയാണ് കല്യാണി സ്വന്തമാക്കിയ കാറുകൾ. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കല്യാണിയുടെ ആസ്തിയായി കണക്കാക്കുന്നത് 14 കോടി രൂപയാണ്. ഒരു നായിക കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച് 100 കോടി ക്ലബിലെത്തുന്ന ആദ്യ നായിക കല്യാണി പ്രിയദർശനാണ്. ലോക എന്ന സിനിമയിലൂടെയാണ് കല്യാണി പ്രിയദർശൻ ഇത്രയും വലിയ നേട്ടം സ്വന്തമാക്കിയത്. മലയാളത്തിലെ കോടീശ്വരിമാരായ നായികമാരിൽ 8ാമതായി വരുന്നത് മമിത ബൈജു ആണ്. സർവോപരി പാലാക്കാരൻ എന്ന 2017 പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെയാണ് മമിത ബൈജു സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. സൂപ്പർ ശരണ്യ, പ്രമേലു, പ്രണയവിലാസം എന്നീ 3 ചിത്രങ്ങൾ മമിത ബൈജുവിന് വളരെ വലിയ രീതിയിൽ ജനശ്രദ്ധ നേടാൻ സഹായിച്ചിരുന്നു. 80 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് ഇന്ന് മമിത ബൈജു ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം. ഇപ്പോൾ മമിത പല വലിയ കമ്പനികളുടെയും ബ്രാൻഡ് അംബാസഡറായി വർക്ക് ചെയ്യുന്നുണ്ട്. ജിമിനി, ഹ്യുണ്ടായി സാൻഡ്രോ, മഹീന്ദ്ര, താർ, വോക്സ്വാഗൻ, ടൈഗൻ, മാരുതി 800 എന്നീ കാറുകളാണ് മമിതയുടെ കൈവശമുള്ളത്. പുതിയ കണക്കുകൾ പ്രകാരം മമിതയുടെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് 25 കോടി മുതൽ 30 കോടി രൂപയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 100 കോടി ക്ലബിൽ കയറിയ മലയാള നായികയാണ് മമിത ബൈജു. പ്രേമലു എന്ന സിനിമയിലൂടെയാണ് മമിത ബൈജു ഈ നേട്ടം സ്വന്തമാക്കിയത്. മലയാളത്തിലെ കോടീശ്വരിമാരായ നടിമാരിൽ 7ാമതായി വരുന്നത് അനുപമ പരമേശ്വരനാണ്. പ്രേമം എന്ന 2015 പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെയാണ് അനുപമ സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന അനുപമ പരമേശ്വരൻ്റെ ആസ്തി 25 കോടി മുതൽ 30 കോടി രൂപ വരെയാണ്. ടയോട്ട ഇന്നോവ ക്രിസ്റ്റ, Audi A4 എന്നീ 2 കാറുകളാണ് അനുപമയുടെ കൈവശമുള്ളത്. പല റിപ്പോർട്ടുകൾ പ്രകാരം അനുപമ ഇന്നൊരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം 1 കോടി രൂപ മുതൽ 2 കോടി രൂപ വരെയാണ്. മലയാളത്തിലെ കോടീശ്വരിമാരായ നടിമാരുടെ ലിസ്റ്റിൽ 6ാമതായി വരുന്നത് അമല പോൾ ആണ്. നീലത്താമര എന്ന 2019 പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെയാണ് അമല പോൾ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. മലയാളത്തിലും തമിഴിലും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടിയാണ് അമല പോൾ. അതുകൊണ്ട് തന്നെ വളരെ വലിയ സാലറി വാങ്ങുന്ന നടിയാണ് അമല പോൾ. റിപ്പോർട്ടുകൾ പ്രകാരം അമല പോൾ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന സാലറി 1 കോടി രൂപ മുതൽ 2 കോടി രൂപ വരെയാണ്. Audi Q7, BMW 730 LQ, മെഴ്സിഡസ് ബെൻസ് S350 എന്നീ 3 കാറുകൾ അമലയുടെ കൈവശമുള്ളത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇവരുടെ ആസ്തി നോക്കുകയാണെങ്കിൽ 32 കോടി രൂപ മുതൽ 33 കോടി രൂപ വരെയാണ്. മലയാളത്തിലെ കോടീശ്വരിമാരായ നടിമാരുടെ ലിസ്റ്റിൽ 5ാമതായി വരുന്നത് നസ്രിയ നസീമാണ്. മലയാളത്തിലും തമിഴിലും വളരെ അധികം ആരാധകരുള്ള നടിയാണ് നസ്രിയ നസീം. പുതിയ കണക്കുകൾ പ്രകാരം ഇവരുടെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് 50 കോടി രൂപ മുതൽ 60 കോടി രൂപ വരെയാണ്. പളുങ്കി എന്ന 2006 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രത്തിലൂടെയാണ് നസ്രിയ അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമടക്കം 20ലേറെ ചിത്രങ്ങളിൽ നസ്രിയ അഭിനയിച്ചിട്ടുണ്ട്. റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി, മെഴ്സിഡസ് ബെൻസ്, ലംബോർഗിനി ഉറൂസ്, പോർഷെ 911, കരേരാസ് എന്നിങ്ങനെ 8ഓളം വരുന്ന ആഡംബര കാറുകൾ നസ്രിയക്കും ഭർത്താവ് ഫാദിനുമുണ്ട്. നസ്രിയ ഒരു സിനിമക്കായി വാങ്ങുന്ന പ്രതിഫലം 2 കോടി രൂപ മുതൽ 4 കോടി രൂപ വരെയാണ്.
മലയാളത്തിലെ കോടീശ്വരിമാരായ നടിമാരുടെ ലിസ്റ്റിൽ 4-മതായി വരുന്നത് ശോഭനയാണ്. വർഷം 1984 പുറത്തിറങ്ങിയ ഏപ്രിൽ 18 എന്ന ചിത്രത്തിലൂടെയാണ് ശോഭന സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാകാൻ ശോഭനയ്ക്ക് കഴിഞ്ഞിരുന്നു. മലയാളത്തിലും തമിഴിലും അടക്കം 200-ലധികം ചിത്രങ്ങളിൽ ശോഭന അഭിനയിച്ചിട്ടുണ്ട്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ശോഭനയുടെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് 61 മുതൽ 62 കോടി രൂപ വരെയാണ്. ഇപ്പോൾ ശോഭന 2.5 ലക്ഷം രൂപയാണ് ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം. ഹ്യുണ്ടായി ക്രെറ്റ, ടയോട്ട ഇന്നോവ ക്രിസ്റ്റ എന്നീ രണ്ട് കാറുകളാണ് ശോഭനയുടെ കൈവശമുള്ളത്. മലയാളത്തിലെ കോടീശ്വരിമാരായ നടിമാരുടെ ലിസ്റ്റിൽ 3-മതായി വരുന്നത് പ്രിയാമണിയാണ്. പ്രിയ വാസുദേവൻ മണി അയ്യർ എന്നാണ് ഇവരുടെ യഥാർത്ഥ പേര്. 1984 പാലക്കാട് വെച്ചാണ് പ്രിയാമണി ജനിക്കുന്നത്. 2004 പുറത്തിറങ്ങിയ ഗംഗലാൽ കൈതുസൈ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഇവർ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. മലയാളത്തിലും തെലുങ്കിലും തമിഴിലും വളരെയധികം ആരാധകരുള്ള നടിയാണ് പ്രിയാമണി. ഒരു സിനിമയ്ക്ക് പ്രിയാമണി പ്രതിഫലമായി വാങ്ങുന്നത് 2 കോടി രൂപ മുതൽ 3 കോടി രൂപ വരെയാണ്. മെഴ്സിഡസ് ബെൻസ് GLS 350D, Audi A3, സ്കോഡ, മെഴ്സിഡസ് ബെൻസ് SUV എന്നീ 4 കാറുകളാണ് പ്രിയാമണിയുടെ കൈവശമുള്ളത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇവരുടെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് 70 കോടി രൂപയ്ക്ക് മുകളിലാണ്. മലയാള സിനിമയിലെ കോടീശ്വരിമാരായ നടിമാരുടെ ലിസ്റ്റിൽ 2-മതായി വരുന്നത് മഞ്ജു വാര്യറാണ്. മലയാള സിനിമയിലെ പ്രമുഖ നടിയും മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറുമാണ് മഞ്ജു വാര്യർ. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മഞ്ജു വാര്യരുടെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് 150 കോടി രൂപയ്ക്ക് മുകളിലാണ്. 1995 പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു വാര്യർ അഭിനയ രംഗത്തേക്ക് കടക്കുന്നത്. മഞ്ജു വാര്യർ ഇപ്പോൾ 60-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. റേഞ്ചർ റോവർ, മിനി കൂപ്പർ, സുസുക്കി ബലേനോ എന്നിവയാണ് മഞ്ജു വാര്യറിന്റെ കൈവശമുള്ള കാറുകൾ. സിനിമയ്ക്ക് പുറമെ ഇവർ 8ഓളം വരുന്ന പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. ഒരു സിനിമയ്ക്ക് മഞ്ജു വാര്യർ വാങ്ങുന്ന പ്രതിഫലം 1 കോടി രൂപ മുതൽ 5 കോടി രൂപ വരെയാണ്. ദിലീപുമായി പിരിഞ്ഞതിനു ശേഷമാണ് മഞ്ജു വാര്യർ ഇത്രയും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയത്. ഇന്ന് മഞ്ജു വാര്യർക്ക് സ്വന്തമായി 20 ലക്ഷത്തോളം വില വരുന്ന BMW ഒരു ബൈക്കുമുണ്ട്. ഇതിൽ താരം ഇടയ്ക്കൊക്കെ വലിയ റൈഡുകളും നടത്താറുണ്ട്. മലയാള സിനിമയിലെ കോടീശ്വരിമാരായ നടിമാരുടെ ലിസ്റ്റിൽ 1-മതായി വരുന്നത് നയൻതാരയാണ്. മനസ്സിനക്കരെ എന്ന 2003 പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെയാണ് നയൻതാര അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് നയൻതാര. ഏകദേശം 15 കോടി രൂപയാണ് നയൻതാര ഒരു സിനിമയ്ക്കായി വാങ്ങുന്ന പ്രതിഫലം. റോൾസ് റോയ്സ്, BMW 7 സീരീസ്, മെഴ്സിഡസ് ബെൻസ് GLS 350D, മെഴ്സിഡസ് ബെൻസ് GLS 600 എന്നിങ്ങനെ തുടങ്ങി 5ഓളം ആഡംബര കാറുകൾ ഇവർക്കുണ്ട്. സിനിമയ്ക്ക് പുറമെ നയൻതാര റിയൽ എസ്റ്റേറ്റ്, കോസ്മെറ്റിക് ബിസിനസ്, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ടുള്ള വലിയ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ ഇവർക്കുണ്ട്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നയൻതാരയുടെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 200 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള നടിമാരിൽ ഒരാളാണ് നയൻതാര. ഇന്ത്യയിൽ തന്നെ സ്വന്തമായി പ്രൈവറ്റ് ജെറ്റുള്ള നടിമാരിൽ ഒരാൾ കൂടിയാണ് നയൻതാര. നയൻതാരയുടെ 4 തലമുറക്ക് കഴിയാനുള്ള സ്വത്ത് നയൻതാരയുടെ കയ്യിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഭാവിയിൽ മഞ്ജു വാര്യർ നയൻതാരയെ മറികടന്ന് 1-ാം സ്ഥാനം നേടുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ കണ്ട വിവരങ്ങളെല്ലാം ഇൻ്റർനെറ്റിൽ നിന്നും മറ്റും എടുത്തിട്ടുള്ളതാണ്. മലയാളത്തിലെ കോടീശ്വരിമാരായ നടിമാരിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നടി ആരാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.